നമ്മൾ ഈ പൊറോട്ട എങ്ങനെയാണ് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നത്, അതായത് ഫ്രോസൺ പൊറോട്ട എങ്ങനെയാണ് നാട്ടിലെ സെറ്റപ്പിലേക്ക് കൊണ്ടുവരുന്നത് നോക്കാം. ഇത് പലപ്പോഴും നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഒരു സുഖം കിട്ടുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരുടെയും തന്നെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു 3-4 പൊറോട്ട എടുത്തിട്ട് നമ്മൾ ആദ്യം മൈക്രോവേവിലേക്ക് വെക്കണം. വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു മിനിറ്റ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഫ്രോസൺ ആയിട്ടുള്ള സംഭവം ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കണം. അത് അത്രയും മതി കണ്ടോ. അപ്പോൾ ജസ്റ്റ് ആ ഫ്രോസൺ ടൈപ്പ് ഒന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ അവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന വെച്ചിട്ട് ഇതാണ്ടേ ഇതുപോലെ എടുത്തുകൊണ്ട് വരിക. വന്നതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി ഇതുപോലെ തീയലോട്ട് വെക്കുന്നു. തീയലോട്ട് വെച്ചിട്ട് ഇതാ ഇതിനകത്തേക്ക് ഇടണം. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം നമ്മളിവരെ തീയത്തേക്ക് അത്യാവശ്യം കൂട്ടി വെച്ച് കൊടുക്കുക. ആ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ചുട്ടെടുക്കുവാണ്. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ എന്താണെന്ന് വെച്ചാൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, നല്ല തിരിച്ചിട്ട് സെറ്റ് ചെയ്യണം. കണ്ടേ, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊറോട്ട ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് രണ്ട് സൈഡും. ഇത് കണ്ടോ നന്നായിട്ട് ഞെക്കി കൊടുക്കുന്നു. ഇതുപോലത്തെ ഈ ബ്രൗൺ കളറിലേക്ക് വരണം. ഓക്കെ, ഇതാ ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവനെ തീ ഓഫ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് ഇത് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ഈ സാധനത്തിന് 2-3 സൈഡിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. എങ്കിലേ ഉള്ളൂ ഈ മച്ചാൻ അതിൻ്റെ ലെയറുകൾ മുഴുവനും ഇതുണ്ടോ സെറ്റ് ചെയ്ത് ഇങ്ങനെ വരും. ഇതുണ്ടോ ഇപ്പോൾ ഇതുണ്ട് ഈ സാധനം നമ്മുടെ നാട്ടിലെ ഉണ്ടാക്കുന്ന പൊറോട്ട പോലെ സെറ്റായി വരുന്നുണ്ട്. ഇതിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അതായത് ലെയറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ആ നാട്ടിലെ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രോസൺ പൊറോട്ടയാണ്. പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഫ്രോസൺ പൊറോട്ടയാണെന്ന് പറയത്തില്ല. ഇത് ഇനി അല്ലാതെ നമ്മൾ അടിക്കാതെ ഈ കൈ കൊണ്ട് ഈ പരിപാടി ചെയ്യാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് മരം പോലെ ആയി പോകും. പക്ഷെ ഇതിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മരത്തിലേക്ക് വരത്തില്ല. ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ മുട്ടക്കറിയോ ബീഫിൻ്റെ കറിയോ കോടിച്ചാറോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മോനെ നല്ല നെയ്യ് പോലെ ഇരിക്കും.